ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുക. സാധാരണ ഞാൻ വെളുപ്പിനെ ഒറ്റയ്ക്കാണ് ട്രെയിനിന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് പേടി വരാതിരിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് അങ്ങ് നടക്കും. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം, വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തേക്കാം എന്ന് കരുതി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. എനിക്കങ്ങനെ അത്ര നന്നായിട്ട് വീഡിയോ എടുക്കാനും വ്ളോഗ് ചെയ്യാനും ഒന്നും അങ്ങനെ അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത വീഡിയോ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വ്ളോഗ് ആക്കുന്നതേ ഉള്ളൂ. ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തന്നെ ഞാൻ കുറേ ആലോചിച്ചു. കാരണം അത്ര നന്നായിട്ടൊന്നുമല്ല ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്താണല്ലോ പഠിച്ചു വരുന്നതും ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് എന്താണേലും അത് എന്നെക്കൊണ്ട് പറ്റുന്ന എനിക്കറിയാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിടാം. എന്നിട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറ, എന്താണ് ഞാൻ എവിടെയാണ് ശരിയാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ നന്നാക്കാനായിട്ട് ശ്രമിക്കാം. 3:30 ഏറനാടിനായിരുന്നു നമ്മൾ പോയത്. നമ്മളൊരു 6:45-7 മണിയോടെ നമ്മൾ ആലപ്പുഴ എത്തിയപ്പോഴാണെങ്കിൽ ഇപ്പോൾ അവിടെ പണി നടക്കുന്ന കാരണം ബസ് സ്റ്റേഷൻ അങ്ങോട്ട് വരില്ല. ഞാൻ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പം ഒരു ഓട്ടോ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് ലിഫ്റ്റൊക്കെ തന്നു. ഞാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ തന്നെ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ ശരിക്കും ഞെട്ടി. ഞാൻ വൈകിട്ട് വരുമെന്ന് വെച്ചിട്ടായിരുന്നു അമ്മ ഇരുന്നത്. പിന്നെ അതിന് മുന്നത്തെ ദിവസമൊക്കെ അച്ഛനും അമ്മയും കന്യാകുമാരിയിൽ പോയേക്കുമായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലി അവരെല്ലാവരും കൂടെയൊക്കെ. അപ്പം എനിക്കും ലച്ചുവിനും ബാഗും കണ്ണാടി അങ്ങനെ എന്താണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നപാടെ അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി അതെല്ലാം കാണിച്ചു തരുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ, ലച്ചുവിനത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു അച്ഛൻ. വീഡിയോ കോൾ ചെയ്ത് നമ്മളെ രണ്ടുപേരെയും കാണിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചതെങ്കിലും ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉടനെ അച്ഛനെ തന്നെ കാണിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ള അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ട്രെയിനിനെത്തിരുന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഞാൻ നേരെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഒന്നും ചെയ്തില്ല, ഫുഡ് പോലും കഴിക്കാതെ നേരെ മാറിക്കിടന്നങ്ങ് നല്ല രീതിയിൽ ഉറങ്ങി. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞൊരു 12:30-1 മണിയായപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കാണാനായിട്ട് ഒരാൾ വന്നു. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നു ഗായ്സ് എന്നെ കാണാൻ. എൻ്റെ പൊന്നു ചട്ടുടു സുഖാണോ പൊന്നു? സുഖല്ലേ? അന്ന് നിനക്ക് സുഖമല്ലാത്ത കൈ കടിക്കാതെ. ഹായ് പറഞ്ഞേ. സുഖാണോന്ന് ചോദിച്ചേ. പൊന്നിന് സുഖാന്ന് പറ. സുഖം സുഖം ഉമ്മ. പൊന്നു എൻ്റെ അനിയത്തിയാണ്, മാമൻ്റെ മോള്. ഞാൻ ചെന്നപാടെ ഓടി വരും. ഞാൻ മാത്രമല്ല, ലച്ചു വന്നാലും അത് തന്നെ. ഞാനും ലച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അങ്ങനെ പൊന്നുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ വായിന്ന് ചീത്തയേക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാത്തതിന്. അങ്ങനെ അവർ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു. ഞാൻ അടുക്കള ചെന്ന് നോക്കുമ്പോഴത്തേക്കും എന്തോ മീനൊക്കെ, എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല, എന്തോ മീനൊക്കെ കാര്യമായിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിലത്തെ ബ്ലൗസാണ് ഗൈസ്. ഏതോ ഒരു കുഞ്ഞു ക്ലാസ്സിൽ, എത്രാം ക്ലാസ്സിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, അപ്പം ഒരു ഫാൻസി ഡ്രസ്സിനോ എന്തിനോ വേണ്ടിയിട്ട് അമ്മ തയ്ച്ചായിരുന്നു ഗൈസ് എൻ്റെ കുഞ്ഞിലത്തെ ബ്ലൗസ്. അമ്മയ്ക്ക് കുറേ നല്ല സാരി കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഓരോന്നൊക്കെ എടുത്ത് നോക്കുമായിരുന്നു, കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. കളറൊക്കെ പോയി ഗൈസ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയെങ്കിലും എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ലായിരുന്നു. സെറ്റായതിൻ്റെ മെയിൻ കാരണം എനിക്ക് തലവേദന. എനിക്കൊരു ഇച്ചിരി വെയിൽ കൊണ്ടാൽ മതി, എനിക്ക് അന്നത്തെ ദിവസം പോക്കാം. പക്ഷെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് സാധാരണ റെഡിയാവുന്നതാണ്. പക്ഷെ ഇന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല. പിന്നെയും കാപ്പി കുടിച്ച് കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞാൻ പിന്നെയും മാറിക്കിടന്നുറങ്ങി. പിന്നെ വൈകിട്ട് അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റ് വന്ന് ചോറുണ്ണാനായിട്ട് പോകുന്നത്. അപ്പോഴും നമ്മുടെ പൊന്നു വീട്ടിലുണ്ട്. പൊന്നു മിക്കവാറും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയാണ്. ഞാനും ലച്ചു ഇല്ലാത്ത കാരണം അവളാണ് അച്ഛൻ്റെ അമ്മയുടെയും കമ്പനി.
നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ കടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ കടയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് വീട്ടിലേക്ക് വരാത്തതിന് അവൾ അച്ഛനെ പോയി വിളിച്ച് കൊണ്ടിരുത്തി ചായയൊക്കെ കൊടുക്കുമായിരുന്നു. അമ്മ നല്ല വാഴയിലക്കകത്ത് പൊള്ളിച്ച മീനും പിന്നെ പഴമാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും അച്ഛനമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അവർ കല്യാണ വീട്ടിലേക്ക് പോയി, ഞാൻ പോയില്ല. എനിക്കല്ലെങ്കിലും കല്യാണത്തിനൊന്നും പോകുന്ന അധികം ഇഷ്ടമല്ല. അതിനമ്മ എന്നോട് പറയുന്നത് 4 കൂടുന്ന സ്ഥലത്ത് എൻ്റെ മോക്ക് വരുന്നത് ഇഷ്ടമല്ല എന്നാണ്. ഞാനത് അംഗീകരിക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ കടയിലിരുത്തിയിട്ടാണ് അവർ പോയത്. അപ്പം ഞാൻ കടയിലിരുന്ന് നമുക്ക് പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്നൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആദ്യം ഞാൻ പഠിക്കുന്നതിന് മുന്നേ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ മൈൻഡിൽ ഉള്ള തോട്ട്സും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഒരു ബുക്കിലോ പേപ്പറിലോ ചുമ്മാ എന്തൊക്കെയാണോ തോന്നുന്നത് അത് വെറുതെ ഇങ്ങനെ അങ്ങ് എഴുതി കളയും. അവർ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നായിരുന്നു, ഒത്തിരി നേരം നിന്നൊന്നുമില്ല. അപ്പം ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും കൂടെ വന്നിട്ട് കല്യാണ വീട്ടിൽ പോയ വിശേഷങ്ങളും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ആൻറ്റി എനിക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ട് തന്നു. ഞാനതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ 2 പേരും കൂടെ വന്നിട്ട് ഈ കല്യാണ വീട്ടിൽ നടന്ന കാര്യങ്ങളും അവിടെ ഓരോരുത്തർ സംസാരിച്ച കാര്യങ്ങളും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മ എന്തൊക്കെ മണ്ടത്തരം കാണിച്ചെന്നു, അച്ഛൻ മണ്ടത്തരം കാണിച്ചെന്നൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെവിടെ പോയാലുള്ളൊരു സംഭവമാണ്. പോയിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു അങ്കിള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഗൈസ് ഇതുവരെ ജോലി ആയില്ലേ എന്നൊക്കെ. എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്കിരുന്നിട്ട് എന്തോ ഒരു വെപ്രാളം. ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്നറിയത്തില്ല. കീച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്ന് പറയുന്നത് പോലെ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഇനി അങ്ങനെ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാതെ കുറേ ഉപദേശങ്ങൾ തന്നിട്ട് പഠിക്കാനുള്ള എൻ്റെ മൂടും കളഞ്ഞ് പുള്ളിയുടെ പാട് നോക്കി വീട്ടിലേക്ക് അങ്ങാട്ടം പോയി. എനിക്ക് ജോലി തന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്തോളാം എന്നും പറഞ്ഞ് വെച്ചേക്കല്ലെന്ന് എനിക്ക് അയാളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അല്ലാതെ ഇപ്പോൾ എന്താ പറയാനാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ നോ ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് വ്ളോഗ്, ബട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.